രണ്ട് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 19. രാജാവ് അബ്ശാലോമിനെ ചൊല്ലി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് യോവാബ് കേട്ടു. എന്നാൽ രാജാവ് തന്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനങ്ങൾക്കെല്ലാം ദുഃഖമായിത്തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റോടി നാണിച്ച് ഒളിച്ചുവരുന്നതുപോലെ ജനം അന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചുകടന്നു. രാജാവ് മുഖം മൂടി, എന്റെ മകനേ അബ്ശാലോമേ, അബ്ശാലോമേ, എന്റെ മകനേ, എന്റെ മകനേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന് നിന്റെയും നിന്റെ പുത്രീപുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകലഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നീ ശത്രുക്കളെ സ്നേഹിക്കുകയും സ്നേഹിതരെ വെറുക്കുകയും ചെയ്യുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്ക് ഒന്നുമല്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നിനക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തുവന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കുക. നീ പുറത്തു വരാതിരുന്നാൽ യഹോവയാണ, ഈ രാത്രി ആരും നിന്നോടുകൂടെ താമസിക്കുകയില്ല. അത് നിന്റെ യൗവനം മുതൽ ഇന്നുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയതായിരിക്കും. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കൽ ഇരുന്നു. രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്നു എന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു. യിസ്രായേല്യർ അവരവരുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ യിസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽനിന്ന് രക്ഷിച്ചു. അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽനിന്ന് നമ്മെ വിടുവിച്ചു. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാട്ടിൽനിന്ന് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത അബ്ശാലോമോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറയാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. പിന്നീട് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ച് പറയിച്ചത്, നിങ്ങൾ യെഹൂദാ മൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ യിസ്രായേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ എന്റെ സഹോദരന്മാർ, എന്റെ അസ്ഥിയും മാംസവും അല്ലയോ? രാജാവിനെ മടക്കിവരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ അമാസയോട്, നീ എന്റെ അസ്ഥിയും മാംസവും അല്ലോ? നീ യോവാബിന് പകരം എപ്പോഴും എന്റെ മുമ്പിൽ സേനാപതി ആയിരിക്കുന്നില്ല എങ്കിൽ ദൈവം ഇതും ഇതിലധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറയുവിൻ. ഇങ്ങനെ അവൻ സകല യെഹൂദാ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ, നീയും നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങിവരുവീൻ എന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാനിൽ എത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യെഹൂദാ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. ബഹൂരീമിലെ ബെന്യാമീന്യനായ ഗേരയുടെ മകൻ ശിമെയിയും യെഹൂദാ പുരുഷന്മാരോടുകൂടി ദാവീദ് രാജാവിനെ എതിരേൽക്കുവാൻ ബദ്ധപ്പെട്ട് ചെന്നു. അവനോടുകൂടി 1000 ബെന്യാമീന്യരും ശൌലിന്റെ ഗൃഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാൺകെ യോർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമെയി യോർദാൻ കടക്കുവാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, എന്റെ യജമാനൻ എന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. എന്റെ യജമാനനായ രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വയ്ക്കുകയും ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നു. അതുകൊണ്ട് അടിയൻ ഇതാ എന്റെ യജമാനനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങിവരുവാൻ യോസഫിന്റെ സകല ഗൃഹത്തെക്കാളും മുമ്പനായി ഇന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിമെയി അത് നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു? ഇന്ന് യിസ്രായേലിൽ ഒരുവനെ കൊല്ലാമോ? ഇന്ന് ഞാൻ യിസ്രായേലിന് രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ രാജാവ് ശിമെയിയോട്, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യവും ചെയ്തു. ശൌലിന്റെ മകനായ മെഫീബോശെത്തും രാജാവിനെ എതിരേൽക്കുവാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങിവന്ന ദിവസം വരെ
അവൻ തന്റെ പാദങ്ങൾ സംരക്ഷിക്കുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽക്കുവാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശെത്തേ, നീ എന്നോടുകൂടി വരാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, എന്റെ യജമാനനായ രാജാവേ, എന്റെ ദാസൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടി പോകേണ്ടതിന് കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ എന്റെ യജമാനനായ രാജാവിനോട് അടിയനെപ്പറ്റി നുണയും പറഞ്ഞു. എങ്കിലും എന്റെ യജമാനനായ രാജാവ് ദൈവദൂതനെപ്പോലെ ആകുന്നു. അതുകൊണ്ട് തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. എന്റെ യജമാനനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യർ ആയിരുന്നു. എന്നിട്ടും അടിയനെ അവിടുത്തെ മേശയിങ്കൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട് സങ്കടം പറവാൻ അടിയന് ഇനി എന്ത് അവകാശമുള്ളു? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുത്തെടുത്തുകൊള്ളുവീൻ എന്ന് ഞാൻ കല്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശെത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. എന്റെ യജമാനനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ മടങ്ങിവന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായിയും രൊഗേലീമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദ്ദാൻ അക്കരെ കടത്തി യാത്ര അയക്കുവാൻ അവനോടുകൂടി യോർദ്ദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വൃദ്ധനായിരുന്നു. രാജാവ് മഹനയീമിൽ വസിച്ചിരുന്ന കാലത്ത് അവൻ ഭക്ഷണസാധനങ്ങൾ അയച്ചുകൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടി വരുക, നീ എന്നോടൊപ്പം യെരൂശലേമിലുള്ള കാലത്തോളം ഞാൻ നിനക്കായി കരുതും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞത്, ഞാൻ യെരൂശലേമിൽ രാജാവിനോട് കൂടി പോരേണ്ടതിന് ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ചീത്തയും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനീയങ്ങളുടെ രുചി അടിയന് അറിയാമോ? ഗായകന്മാരുടെയും ഗായികമാരുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? എന്റെ യജമാനനായ രാജാവിന് അടിയൻ ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദ്ദാൻ കടക്കുവാൻ മാത്രമേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന്? എന്റെ പട്ടണത്തിൽ എന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയനെ വിട്ടയച്ചാലും. എന്നാൽ നിന്റെ ദാസനായ കിംഹാം ഇതാ, അവൻ എന്റെ യജമാനനായ രാജാവിനോടുകൂടി പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താലും. അതിന് രാജാവ്, കിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദ്ദാൻ കടന്നു. രാജാവ് യോർദ്ദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോടുകൂടി പോയി. യെഹൂദാ ജനം മുഴുവനും യിസ്രായേൽ ജനം പകുതിയും കൂടി രാജാവിനെ അകമ്പടി ചെയ്തു. അപ്പോൾ യിസ്രായേൽ പുരുഷന്മാർ എല്ലാവരും രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യെഹൂദാ പുരുഷന്മാർ രാജാവിനെയും അങ്ങയുടെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ച് കൊണ്ടുവന്ന് യോർദ്ദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യെഹൂദാ പുരുഷന്മാർ എല്ലാവരും യിസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങളുടെ അടുത്ത ബന്ധു ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ കാര്യത്തിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിന്റെ ചെലവിൽ വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. യിസ്രായേൽ പുരുഷന്മാർ യെഹൂദാ പുരുഷന്മാരോട്, രാജാവിങ്കൽ ഞങ്ങൾക്ക് 10 ഓഹരി ഉണ്ട്. ദാവീദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശവും ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ അവഗണിച്ചത് എന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യെഹൂദാ പുരുഷന്മാരുടെ വാക്ക് യിസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു.